കൊല്ലത്തുനിന്ന് വാർത്ത വരികയാണ്. കൊല്ലം തുറമുഖത്ത് കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ എഞ്ചിനീയർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അരിയുമായി പോയ കപ്പലിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ജനറേറ്റർ കേടായത് മൂലം അറ്റകുറ്റപ്പണിക്കായി എത്തിച്ചതായിരുന്നു കപ്പൽ. ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? അതായത് വിനീത, അല്പസമയം മുമ്പാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊല്ലം തുറമുഖത്ത് ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായെന്നൊരു വിവരം ലഭ്യമായത്. അതായത് ഈ കപ്പലിന് പുറത്ത് ഉള്ള ഭാഗത്ത് ചില വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങോട്ടേക്ക് പോകാൻ നിലവിൽ അനുവാദമില്ല. അതിനാലാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നത്. നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന ആ തുറമുഖത്താണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഈ അപകടത്തിൽ എന്തായാലും ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉത്തർപ്രദേശ് സ്വദേശി സത്യപ്രകാശിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇദ്ദേഹം ഈ കപ്പലിലെ ഒരു എഞ്ചിനീയറാണ്. ആന്ധ്രയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അരിയുമായി പോയ കപ്പൽ ചില സാങ്കേതിക തകരാർ മൂലം, ഈ കപ്പലിലെ ജനറേറ്ററിന് ഉൾപ്പെടെ കേടുവന്ന് സാങ്കേതിക തകരാർ മൂലമാണ് ഈ കൊല്ലം തുറമുഖത്തേക്ക് ഈ കപ്പൽ അടുപ്പിക്കുന്നത്. അങ്ങനെ കപ്പൽ അടുപ്പിക്കുകയും ചില സാങ്കേതികമായി ചില വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിക്കേറ്റ ആളെ, എഞ്ചിനീയറെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉത്തർപ്രദേശ് സ്വദേശി സത്യപ്രകാശിനാണ് ഇത്തരത്തിൽ അപകടത്തിൽ പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കുറച്ച് സമയം മുമ്പാണ് ഇത്തരത്തിൽ കൊല്ലം തുറമുഖത്ത് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അല്ല എന്നാണ് നമുക്ക് തുറമുഖ വകുപ്പിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് പോലീസിൽ നിന്നൊക്കെ തന്നെ ലഭ്യമാകുന്ന വിവരം. ഈ വെൽഡിംഗ് ഉൾപ്പെടെ ചെയ്യുന്നതിനിടയിലുണ്ടായ ഒരു അപകടമാണ്. അപകടത്തിലാണ് എന്തായാലും ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നൊരു വിവരം വരുന്നത്. പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഈ നിമിഷം ലഭ്യമാകുന്ന വിവരം. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ആ തുറമുഖത്താണ് അല്പസമയം മുമ്പ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഈ ജോലി ചെയ്യുന്നതിനിടയിൽ, വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സാങ്കേതിക പിഴവ് മൂലം, ഇല്ലെങ്കിൽ ആ സമയത്തുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലം ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും അതിൽ ഒരാൾക്ക്, ആ എഞ്ചിനീയർ ആയിട്ടുള്ള ഉത്തർപ്രദേശ് സ്വദേശിക്കാണ് നിലവിൽ പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, കൊല്ലം തുറമുഖത്തുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ എഞ്ചിനീയർക്കാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിരിക്കുന്നത്. നമുക്ക് ആ വിദൂര ദൃശ്യങ്ങൾ മാത്രം പകർത്താൻ സാധ്യമാവുകയുള്ളൂ. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയാണ്.